ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വീട്ടിലാരെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. സ്റ്റൗ ഒന്നും ഓണാക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്ത് കാണുന്ന ചുമന്ന ബട്ടനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വെറും 3 ചേരുവ മാത്രം വെച്ചിട്ട് നമ്മൾ ചടപടയെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഞാനിപ്പോൾ ഒരു 2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് മുമ്പ് റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടേക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ ഈ ഏലക്ക പൊടിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് മിൽക്ക് പൗഡറാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തേക്കണം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ്. മിൽക്ക് മെയ്ഡ് ആയാലും മതിയാവും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിനി ഇതൊരു ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ചെടുക്കണം. ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം അളവിലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എങ്ങാനും കുഴച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം നമ്മൾ. ഞാനിപ്പോൾ ഇതുപോലെ ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൈവച്ച് കുഴയ്ക്കാനായിട്ട് പാടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് നരച്ചെടുത്താലും മതിയാവും. രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ്. കൈവച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായാലും മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പകുതി പോർഷൻ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ കൂടി ചേർക്കാമെന്നുള്ളതാണ്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഭംഗിയുണ്ടാവും, അത്രയേ ഉള്ളൂ. അതല്ല കളറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു പകുതി പോർഷൻ മാറ്റിയതിന് ശേഷം ഒരല്പം കളർ കൂടി ചേർക്കുകയാണ്. ഒരല്പം കളർ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, കുറച്ചുകൂടി ലൈറ്റായിട്ടാണ് ഈ കളറുള്ളത്. കുറച്ചുകൂടി കടുത്ത കളറായിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അങ്ങനെയല്ല, കുറച്ചുകൂടി ലൈറ്റായിട്ടാണ് നമ്മുടെ ഈ കളറുള്ളത്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 കളർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വൈറ്റും റോസ് കളറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ട്രെയിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ഈ സ്പൂണിൻ്റെ അടിഭാഗത്ത് ഒരല്പം നെയ്യോ എണ്ണയോ പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് നമുക്ക് കിട്ടും. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ റോസ് ഡോ കൂടി വെച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ മുകളിൽ വെക്കുന്നതാണ് കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടത്. ലാസ്റ്റ് വെക്കേണ്ടത് എങ്ങനെയായാലും പ്രശ്നമില്ല. മുകളിൽ വെക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ സ്മൂത്തി ആക്കി എടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. എന്ത് നട്ട്സ് ഇട്ടാലും പ്രശ്നമില്ല. ഇപ്പോൾ നിലക്കടലയാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും. ബദാമോ പിസ്തയോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് മാത്രം ഇട്ടാൽ മതിയാവും. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉടൻ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിത് സമയമുണ്ടെങ്കിൽ മാത്രം 1 മണിക്കൂർ നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഈ സോഫ്റ്റ്നെസ് പോയിട്ട് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കുറച്ചുകൂടി കട്ടായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണതെന്ന് ചോദിക്കരുത്. അങ്ങനെയല്ല, സമയം ഉണ്ടെങ്കിൽ മാത്രം 1 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെഡിയാണ്. അപ്പോൾ സ്വീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.